നമസ്കാരം. ഒരു ഭാര്യ ഭർത്താവിനേക്കാൾ പണം സമ്പാദിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് വിവാഹത്തെ തകർക്കുമോ, അല്ലെങ്കിൽ അത് കൂടുതൽ സന്തോഷകരമാക്കുമോ? പുതിയ പഠനങ്ങൾ പ്രകാരമൊക്കെ ഇത്തരത്തിലുള്ള ഗുണഭാവനയിലുള്ള ബന്ധത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പ്രധാനമായും ഭാര്യയാണ് കുടുംബത്തിൻ്റെ ഒരു മുഖ്യ വരുമാന സ്രോതസ്സൊക്കെ ആകുമ്പോഴേ ചില സ്ത്രീകൾ കൂടുതൽ നിയന്ത്രണ സ്വഭാവമൊക്കെ കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. അതേസമയം ചില പുരുഷന്മാരോ അസൂയയും അതുപോലെ തന്നെ ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടുകയും അതുപോലെ തന്നെ വീട്ടിലെ പ്രധാന റോളായിരിക്കുന്ന കുടുംബനാഥനെ തങ്ങളുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്നൊരു സംശയമൊക്കെ ഉണ്ടാവാറുണ്ട്. അതേസമയം ഭാര്യ വീട്ടിലെ മുഖ്യ സാമ്പത്തിക സ്രോതസ്സാകുമ്പോഴേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വീടിനുള്ളിലെ സമാധാനവും ഐക്യമൊക്കെ എങ്ങനെ നിലനിർത്താമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് കേസുകളൊക്കെ അടുത്തിടെയായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് അറിയാം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കുടുംബ ജീവിതത്തിൽ എങ്ങനെ ഇതിനെ മറികടക്കാമെന്നുള്ളതിന് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. ആദ്യം ഭാര്യയോടാണ് പറയാനുള്ളത്. നമ്പർ 1, ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ അദ്ദേഹത്തെ ഓൾവേസ് റെസ്പെക്റ്റ് ചെയ്യാനും ബഹുമാനിക്കാനും പഠിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ അദ്ദേഹം നിങ്ങളെക്കാട്ടിലും കുറവായിരിക്കും സമ്പാദിക്കുന്നതെങ്കിലും എന്നാൽ അവർ ഇപ്പോഴും നിങ്ങളുടെ സ്നേഹിക്കാനും മാനിക്കാനും പ്രതിജ്ഞയെടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, വ്യക്തമായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കണം കേട്ടോ. അതിനാൽ വലിയ ശമ്പളം അല്ലെങ്കിൽ ശമ്പള ചെക്കിൻ്റെ അധികാരം പിടിക്കാനുള്ള പോരാട്ടമായി മാറാൻ നിങ്ങൾ ജീവിതം ഒരിക്കലും അനുവദിക്കരുത്. നമ്പർ 2, രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ വിജയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആണിത് ആഘോഷിക്കേണ്ടത്. എപ്പോഴും അദ്ദേഹത്തെ പറ്റി അഭിമാനത്തോടെ നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുക. അവകാശപ്പെട്ടത്രയുള്ള അംഗീകാരം നിങ്ങൾ അദ്ദേഹത്തിന് നൽകുക. അവൻ നിങ്ങളുടെ വിജയത്തിൻ്റെ ഭാഗമാണെന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ. നമ്പർ 3, മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, എൻ്റേതല്ലെങ്കിൽ എനിക്ക് എന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. മറ്റൊരു വാക്കുകളിൽ പറഞ്ഞാൽ, നിങ്ങൾ സമ്പാദിക്കുന്ന പണം എൻ്റെ പണം എന്നല്ല, നമ്മുടെ പണം എന്നുള്ള രീതിയിൽ നിങ്ങളതിനെ കാണണമെന്നുള്ളതാണ്. നിങ്ങളുടെ സാമ്പത്തിക വിജയം ഇരുവരുടെയും വിജയമായി തോന്നണം നിങ്ങൾക്ക്. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്, അത് തന്നെയാണ് അതിൻ്റെ ശരിയുമെന്ന് പറയുന്നത്. ഇനി ഭർത്താവിനോട് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്പർ 1 ആയിട്ട് പറയാനുള്ളത്, അഹങ്കാരം നിങ്ങൾ ആദ്യം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതിൽ പറ്റിക്കപ്പെടരുത് നിങ്ങൾ. അവർ കൂടുതൽ പണം സമ്പാദിക്കുന്നത് കൊണ്ടൊന്നും നിങ്ങൾക്ക് കുറവായൊരു പുരുഷനായി ഒരിക്കലും നിങ്ങൾ മാറുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം അത്. അതിനാൽ അവരുടെ വളർന്ന സമ്പത്ത് നിങ്ങളെ സ്വമതിപ്പിനെ കുറയ്ക്കാൻ ഒരിക്കലും നിങ്ങൾ അനുവദിക്കരുത് കേട്ടോ. നമ്പർ 2, രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാര്യയുടെ ഏറ്റവും വലിയ പിന്തുണയ്ക്കുന്ന ആൾ നിങ്ങൾ തന്നെ ആവുക എന്നുള്ളതാണ്. അവരുടെ നേട്ടങ്ങൾക്കായി നിങ്ങൾ അഭിമാനം കൊള്ളുന്നതായും അതുപോലെ തന്നെ അവർക്ക് കേൾക്കാനും ബോധ്യപ്പെടുത്താനും എപ്പോഴും നിങ്ങൾ സാധിക്കണം. അവർ അർഹിക്കുന്ന പ്രശംസ നൽകുന്നതിൽ നിങ്ങൾ ഒരു അസ്വസ്ഥതകളോ അസൂയകളോ ഒന്നും നിങ്ങൾ തടയരുത് എന്നുള്ളതാണ് പറയുക. ഒന്ന് എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ ആരാണ് കൂടുതൽ പണം സമ്പാദിക്കുന്നത് എന്നുള്ളതല്ല ഇവിടെ വിഷയം. യഥാർത്ഥത്തിൽ രണ്ടുപേരും ഒരേ ശരീരമായി അകത്തു നിന്നും പുറത്തു നിന്നും നിങ്ങൾ ബന്ധിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് സത്യം. സാമ്പത്തിക കാര്യങ്ങളിൽ പോലും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് നിങ്ങളെപ്പോഴും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നിങ്ങളെ സ്വയം നിയന്ത്രിക്കാനും നിങ്ങളാകാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ. സ്നേഹം മാത്രം. നമസ്കാരം. താങ്ക് യു.